Welcome to the third part on leasing. Today we discuss the situations which would normally lead to a lease being classified as finance lease. ഫിനാൻസ് ലീസായിട്ട് ക്ലാസിഫൈ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് താഴെ പറയുന്ന ക്രൈറ്റീരിയാസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ അത് ഫിനാൻസ് ലീസാണ്. അപ്പോൾ ആദ്യത്തേതാണ് ലെസ്സർ ട്രാൻസ്ഫേഴ്സ് ഓണർഷിപ്പ് ഓഫ് അസറ്റ് ടു ലെസ്സി ബൈ എൻഡ് ഓഫ് ലീസ് ടേം. ലീസ് ടേം കഴിയുമ്പോൾ ആ അസറ്റിൻ്റെ ഓണർഷിപ്പ് ലെസ്സർ ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് ഫിനാൻസ് ലീസാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ, ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് 90% ഓഫ് ദ അസറ്റ് ഈസ് ഫെയർ വാല്യൂ. ദാറ്റ് ഈസ് മിനിമം ലീസ് പേയ്മെൻറ്റ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് അസറ്റിൻ്റെ ഫെയർ വാല്യൂൻ്റെ 90% ആയിരിക്കണം. മൂന്നാമത്തത്, ലീസ് ടേം ഫോർ മേജർ പാർട്ട് ഓഫ് എക്കണോമിക് ലൈഫ് ഓഫ് അസറ്റ്, ദാറ്റ് ഈസ് ജനറലി 75% ഓർ മോർ, ഈവൻ ഇഫ് ടൈറ്റിൽ ഈസ് നോട്ട് ട്രാൻസ്ഫേർഡ്. ഒരു അസറ്റിൻ്റെ ഓണർഷിപ്പും ടൈറ്റിലും ട്രാൻസ്ഫർ ചെയ്യുന്നില്ലെങ്കിലും ആ അസറ്റിൻ്റെ എക്കണോമിക് ലൈഫിൻ്റെ മിക്കവാറും ഭാഗം, ദാറ്റ് ഈസ് 75% ഓർ മോർ ലീസ് ടേമിൽ വരുന്നുണ്ടെങ്കിൽ അത് ഫിനാൻസ് ലീസാണ്. ഒന്നും കൂടി പറയാം, ഒരു അസറ്റിൻ്റെ ഓണർഷിപ്പും ടൈറ്റിലും ട്രാൻസ്ഫർ ചെയ്യുന്നില്ലെങ്കിലും ആ അസറ്റിൻ്റെ എക്കണോമിക് ലൈഫിൻ്റെ ഒരു 75% ഓർ മോർ ലീസ് ടേമിൽ വരുന്നുണ്ടെങ്കിൽ അത് ഫിനാൻസ് ലീസാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 സിറ്റുവേഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ അത് ഫിനാൻസ് ലീസാണ്. Now, the accounting treatment in financial lease in the AS 17 in the books of lessee. In the books of lessee, accounting treatment എങ്ങനെയാണ്, ഫിനാൻഷ്യൽ ലീസിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറ്റ് ഇൻസെപ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ ലീസ്, lessee should recognize lease as an asset and a liability at an amount equal to fair value of the leased asset. That is, ഒരു ലീസിൻ്റെ ബിഗിനിങ്ങിൽ ലെസ്സി ലീസിനെ ഒരു അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു ലയബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. ഒരു ലീസ്ഡ് അസറ്റിൻ്റെ ഫെയർ വാല്യൂവിലാണ് ലെസ്സി ഫിനാൻഷ്യൽ ലീസിൻ്റെ തുടക്കത്തിൽ അസറ്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം, ഒരു ലീസിൻ്റെ തുടക്കത്തിൽ ലെസ്സി ലീസിനെ അസറ്റായിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ലയബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. ഒരു ലീസ്ഡ് അസറ്റിൻ്റെ ഫെയർ വാല്യൂവിലാണ് ലെസ്സി ഫിനാൻഷ്യൽ ലീസിൻ്റെ തുടക്കത്തിൽ അസറ്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത്, if fair value is greater than present value of minimum lease payment from standpoint of lessee, amount recorded at the present value of minimum lease payment. That is, ലീസ് ചെയ്യുന്ന അസറ്റിൻ്റെ ഫെയർ വാല്യൂ അതിൻ്റെ ലീസ് പേയ്മെൻറ്റ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് അത് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റ്സിലാണ്. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഒരു ലീസ്ഡ് അസറ്റിനെ അതിൻ്റെ ബിഗിനിങ്ങിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഫെയർ വാല്യൂവും അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റും എത്രയാണെന്നുള്ള. ഫെയർ വാല്യൂ എന്ന അമൗണ്ട് പ്രസൻറ്റ് വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂവിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതേസമയം ഫെയർ വാല്യൂ പ്രസൻറ്റ് വാല്യൂവിനേക്കാളും ഈക്വലോ അല്ലെങ്കിൽ കുറവോ ആണെങ്കിൽ ഫെയർ വാല്യൂവിലാണ് അതിനെ അസറ്റായിട്ടും ലയബിലിറ്റിയുമായിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം, തുടക്കത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു ലീസ്റ്റ് അസറ്റിൻ്റെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഫെയർ വാല്യൂവും പ്രസൻറ്റ് വാല്യൂവും ഓഫ് ദ മിനിമം ലീസ് പേയ്മെൻറ്റ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഫെയർ വാല്യൂ എന്ന അമൗണ്ട് പ്രസൻറ്റ് വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂവിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതേസമയം
ഫെയർ വാല്യൂ പ്രസൻറ്റ് വാല്യൂവിനേക്കാളും ഈക്വലോ അല്ലെങ്കിൽ കുറവോ ആണെങ്കിൽ ഫെയർ വാല്യൂവിലാണ് അതിന് അസറ്റോ ലയബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തത്, liability for a leased asset should be presented separately in balance sheet as a current liability or long-term liability as case may be. ലീസിൻ്റെ നേച്ചർ അനുസരിച്ച് ലീസ്ഡ് അസറ്റിനെ ഒരു ലയബിലിറ്റിയായി ബാലൻസ് ഷീറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനെ കറണ്ട് ലയബിലിറ്റിയോ അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റിയോ ആയിട്ട് വേണം റെക്കഗ്നൈസ് ചെയ്യാൻ. ഇനി അടുത്തത്, ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് ലൈക്ക് കമ്മീഷൻ, ലീഗൽ ഫീസ് എക്സെട്ര in connection with the financial lease included as part of amount recognized as an asset. ഒരു ലീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇനീഷ്യൽ ഡയറക്റ്റ് എക്സ്പെൻസസ് ലൈക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ കമ്മീഷൻ, ലീഗൽ ഫീസൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അസറ്റിൻ്റെ വാല്യൂവിൻ്റെ ഭാഗമായിട്ട് വേണം ഫിനാൻഷ്യൽ ലീസിൽ കണക്കാക്കാൻ. ഇനി അടുത്തത്, ലീസ് പേയ്മെൻറ്റ് should be apportioned between finance charge and reduction of outstanding liability. ഓരോ തവണ ഉള്ള ലീസ് പേയ്മെൻറ്റും അതിനെ നമ്മൾ ശരിക്കും രണ്ടായിട്ട് വേണം സെഗ്രിഗേറ്റ് ചെയ്യാൻ. ദാറ്റ് ഈസ് എത്ര ഭാഗമാണ് ഫിനാൻസ് ചാർജ് ഉള്ളത്, എത്ര ഭാഗമാണ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ റിഡക്ഷൻ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ഉള്ളത്. അതിനെ അപ്പോർഷൻ ചെയ്തിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റാണ്, എ ഫിനാൻസ് ലീസ് ഗിവ്സ് റൈസ് ടു ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഫോർ അസറ്റ് ആസ് വെൽ ആസ് ഫിനാൻസ് എക്സ്പെൻസ് ഫോർ ഈച്ച് അക്കൗണ്ടിങ് പീരീഡ്. ദാറ്റ് ഈസ് ഫിനാൻസ് ലീസ് ആവുമ്പോൾ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിപ്രിസിയേഷൻ എക്സ്പെൻസസും ഫിനാൻസ് എക്സ്പെൻസസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ആൻഡ് ലാസ്റ്റ്ലി, ഡിപ്രിസിയേഷൻ പോളിസി ഫോർ എ ലീസ്ഡ് അസറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് with that for depreciable assets which are owned. ഒരു ലെസ്സി ലീസ്ഡ് അസറ്റിനുള്ള ഡിപ്രിസിയേഷൻ എമൗണ്ട് ചാർജ് ചെയ്യുമ്പോൾ ആ ലെസ്സി ഓൺ ചെയ്യുന്ന ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ഇല്ലേ, അതിനൊക്കെ ഏത് രീതിയിലാണോ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതെങ്കിൽ അതേ ഡിപ്രീസിയേഷൻ പോളിസിയാണ് ഫിനാൻഷ്യൽ ലീസിലും ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ലെസ്സിയുടെ കയ്യിലുള്ള മറ്റ് അസറ്റ്സിന് എന്ത് ഡിപ്രിസിയേഷൻ പോളിസിയാണോ ഫോളോ ചെയ്യുന്നത് അതേ ഡിപ്രിസിയേഷൻ പോളിസിയാണ് ലീസ്ഡ് അസറ്റിൻ്റെ കേസിലും ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.